അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് 2 വന്നിട്ടുള്ള നമ്പറുകളാണ്. അതായത് ലാസ്റ്റ് 2 കണ്ടില്ലേ, 1482, 3172, 3712, 0742, 3552, 3262 ഇങ്ങനെയുള്ള ലാസ്റ്റ് 2 വരുന്ന നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഫസ്റ്റ് 3 നമ്പറുകൾ കൂട്ടുമ്പോൾ 1482 ആണ്. അപ്പൊ ഇതിൽ ഫസ്റ്റത്തെ മൂന്നൊക്കെ നമ്പർ കൂട്ടുമ്പോൾ 8ഉം 4ഉം 12ഉം 13 വരുന്നത് കണ്ട. അപ്പൊ ഇതിൽ 13 ആണെങ്കിൽ ഇവിടെ എത്രയാ? 7 3 10 11 അപ്പൊ 11ന്റെ നമ്പറും 13ഉം പിന്നുള്ളത് 12ന്റെ നമ്പറാണ്. ഇതിപ്പോ 5 5 10 13 പിന്നെ 12ന്റെ നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതുപോലെ ലാസ്റ്റ് 2 വരുന്ന കാണിച്ചു തരാം. 11ന്റെ നമ്പറും 11 12 13. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. 11 കണ്ടില്ലേ, 11 12 13 എന്നുള്ളൊരു പാറ്റേൺ. ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള 3 നമ്പറുകൾ കൂട്ടുമ്പോൾ ലാസ്റ്റ് 2 വന്നിട്ടുള്ള 11 12 13ന്റെ നമ്പറുകൾ എടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു നമ്പർ എല്ലാ ആൾക്കാരും നമ്മൾ എന്താ പറയാ, ചില ആൾക്കാർ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ഒരു നമ്പർ 2287 എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ 2287 നമ്മൾ എന്താ ചെയ്യുക, ചില ആൾക്കാർ ചില ഐഡിയ നോക്കാം. നമ്മൾ ലോട്ടറി ഗസ്സിംഗ് എന്ന് പറഞ്ഞാൽ പല ഐഡിയകളും നോക്കുമല്ലോ. അപ്പോൾ ഇവിടെ 2287 എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നോക്കും. ഈ നമ്പറിന് നമുക്ക് എല്ലാത്തിലും ഓരോന്ന് കൂട്ടിയിട്ട് ഇപ്പോൾ 33, അതായത് 1 കൂട്ടുമ്പോൾ 3, 1 കൂട്ടുമ്പോൾ 3, ഇവിടെ 1 കൂട്ടുമ്പോൾ 9, 33 98. ഇങ്ങനെ ലോട്ടറി ചില ആൾക്കാർ ട്രിക്ക് നോക്കാറുണ്ട്. ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ഏതിന്റെ നമ്പറിലാണ് ഇങ്ങനെ നോക്കേണ്ടത് എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത്. എല്ലാ നമ്പറിലും ഇത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ ഈ ട്രിക്ക് വർക്കൗട്ട് ആകുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ ട്രിക്ക് ഇങ്ങനെ എല്ലാത്തിലും ഓരോന്ന് കൂട്ടിയിട്ട് നമുക്ക് ഒരു നമ്പർ കളക്ട് ചെയ്യുന്നത് ഏത് നമ്പറുകളിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11ന്റെ നമ്പർ, 12ന്റെ നമ്പർ, 13ന്റെ നമ്പർ. ഇനി നമുക്ക് കാര്യം തിരികെ വരാം. ഇനി നമ്മൾ നോക്കാൻ പോണത് 1482. 1482 ഈ 1482 നമ്മൾ എന്ത് ചെയ്യാം, ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 1ന്റെ കൂടെ ഒരു 1 കൂട്ടുമ്പോൾ ഇവിടെ 2, ഇവിടെ 5, ഇവിടെ 9. ഓക്കെ, ഇവിടെ നമ്മൾ ഇടുന്ന നമ്പർ 3. ഓക്കെ, ശരിക്കും 3 വരിക. അപ്പൊ നമുക്ക് ഇവിടെ 2593 വരണം എന്നില്ല. അതാണ് ഇവിടെ പറയാൻ പോകുന്ന കേസ്. ഇവിടെ 3 അല്ല ഇടേണ്ടത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു പാറ്റേൺ കയറി പോകുന്നുണ്ട്. പറഞ്ഞുതരാം. നമ്മളിപ്പോ ആക്കാൻ പോകുന്നത് 8 4 12 13ന്റെ നമ്പറാണ്. ഈ 3 നമ്പർ 13ന്റെ നമ്പറാണ്. ഓക്കെ, 13ന്റെ നമ്പറിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് നമ്പർ എത്ര എടുക്കാം? 7 എടുക്കുക. ലാസ്റ്റ് നമ്പർ 7 എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട നമ്പർ 2597 ഇവിടെ 2597 ഞാൻ കാണിച്ചു തരാം. ഇതെവിടെ കണ്ടില്ലേ, 2597. പിറ്റേ ദിവസം ഇത് 21 തീയതി ആണെങ്കിൽ 22 തീയതി 2597 വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 11ന്റെ നമ്പറാന്ന് വിചാരിക്കുക. 11ന്റെ നമ്പർ ഇപ്പൊ 3172, 3262, 3712 ഇതൊക്കെ 11ന്റെ നമ്പറാണ്. അപ്പൊ നമുക്ക് ഇതിൽ നോക്കി നോക്കാം. 3172 എടുക്കാന്ന് വിചാരിക്കാം. 3172 എടുത്തു. അതുപോലെ ഇതൊക്കെ 11ന്റെ നമ്പറാ. 3712 എടുക്കാം. ഇതും 6 8 10 11ന്റെ നമ്പറാണ്. ഇതും 3262 എടുക്കാം. ഈ 0742 74 11ന്റെ നമ്പറാണ്. ഇവിടെ നമുക്ക് 0742 എടുത്തു. 0742 എടുത്തു. ഇതൊക്കെ 11ന്റെ നമ്പറാണ്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 കൂട്ടുമ്പോൾ 4, ഇവിടെ 1 കൂട്ടുമ്പോൾ 2 തന്നെയാണ്, ഇവിടെ 1 കൂട്ടുമ്പോൾ 8 വരുന്നത്. ഇവിടെ ലാസ്റ്റ് നമ്പർ എത്ര വരും? 3 ശരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ 3 നമ്പർ നോക്കുമ്പോൾ എത്രയായിരുന്നു? 11ന്റെ നമ്പറാണത്. അതെ, 11ന്റെ നമ്പറാണ്. 13ന്റെ നമ്പറിലാണെങ്കിൽ 7 ആണെങ്കിൽ 11ന്റെ നമ്പറിൽ നിങ്ങൾ ശ്രദ്ധിച്ചു മിക്കപ്പോഴും 9 വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 9. 13ന്റെ നമ്പറിൽ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ 7 എടുക്കുക. 11ന്റെ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് 9. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കുക 4289 1. ഇനി അടുത്തത് ഇത് നോക്കി നോക്കാം. 4829 അത് ഇങ്ങനെ വരിക. ഇവിടെ 1 കൂട്ടുമ്പോൾ 4 7 2. ഇവിടെ ലാസ്റ്റ് നമ്പർ എത്ര ഇടണം? 9 ഇട്ടാൽ മതി. കാരണം 11ന്റെ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് 9 ഇടുക. ഇവിടെ നോക്കി നോക്കാം. 4 3 7. ഇവിടെ 11ന്റെ നമ്പർ ആയതുകൊണ്ട് ലാസ്റ്റ് 9 ഇട്ടു. ഇവിടെ നോക്കി നോക്കാം. ഇവിടെ 0 കഴിഞ്ഞാൽ 1 കൂട്ടുമ്പോൾ ഇവിടെ 1 വരിക. ഇവിടെ 8 വരുന്നു, ഇവിടെ 5 വരുന്നു,
ഇവിടെ 11ന്റെ നമ്പർ ആയതുകൊണ്ട് ലാസ്റ്റ് 9 ഇടുന്നു. ഇനി ഞാൻ കാണിച്ചു തരാം. ഇവിടെ 1859 എന്നുള്ള നമ്പർ, അതായത് കഴിഞ്ഞ കാരുണ്യയിലാണ് ഈ നമ്പർ നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ പിന്നത്തെ കാരുണ്യയിൽ 1859 വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു 11ന്റെ നമ്പറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് നമ്പർ 9 എടുക്കുക. അപ്പോൾ ഇവിടെ 1859 കണ്ടു. ഇനി നോക്കാം 4379 കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ, അതായത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ 4379 ലാസ്റ്റ് 9 തന്നെയാണ് വന്നിട്ടുള്ളത്. 4373 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4379 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കിട്ടാൻ പോകുന്ന നമ്പർ, എല്ലാ നമ്പറും കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ 4289 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ 4289 എന്ന് പറഞ്ഞ നമ്പറും ഇവിടെ ലാസ്റ്റ് 9 തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയുള്ള ഒരു നമ്പർ 4829 ആണ്. 4829, ഈ 4829 കൂടി നോക്കി നോക്കാം നമുക്ക്. ഒരു നമ്പറാണ് അല്ലേ 48, ഇവിടെ 4829 വന്നിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ ഇവിടെ നിന്നാണ് 21. ഈ 4829 22-ാം തീയതി തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ നമ്പറും വന്നത് നിങ്ങൾ കണ്ടു. 4289 വന്നിട്ട് ലാസ്റ്റ് 9 തന്നെയാണ്. 4829 വന്നിട്ട് ലാസ്റ്റ് 9 തന്നെയാണ്. 4379 വന്നു, ലാസ്റ്റ് 9 തന്നെയാണ്. 1859 വന്നു, ലാസ്റ്റ് 9 തന്നെയാണ്. അപ്പൊ ഒരു 11ന്റെ നമ്പറിലാണ് ഇങ്ങനെ നോക്കുന്നതെങ്കിൽ ലാസ്റ്റ് 9 ആണ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 12ന്റെ നമ്പറാണ്, അതായത് ഒരു 3 അക്ക നമ്പർ 12ന്റെ നമ്പറാണ്. അപ്പൊ നമ്മൾ ആ 12ന്റെ നമ്പറിലാണെങ്കിൽ എന്ത് ചെയ്യണം, ലാസ്റ്റ് നമ്പർ അവിടെ നമ്മൾ 8 ആണ് എടുക്കേണ്ടത്. അതാണ് ഞാൻ ഇവിടെ ഒരു പാറ്റേൺ പറഞ്ഞു തന്നത്. അതായത് 11, 12, 13 എന്നുള്ള ഒരു പാറ്റേൺ ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടില്ലേ 7, 8, 9 എന്നുള്ള പാറ്റേൺ ഇവിടെ ഉണ്ട്. 7, 8, 9. അപ്പൊ ലാസ്റ്റ് നമ്പറുകൾ 7, 8, 9 എടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ ട്രിക്ക് നോക്കിയിട്ട് ലാസ്റ്റ് നമ്പർ ഏതിൽ 7 എടുക്കണം. 2597 എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് 13ന്റെ നമ്പറാണ്, 3552. നമ്മളിവിടെ 8 4 നമ്മൾ 13-ലല്ലേ നോക്കിയത്. 2597 ഞാൻ കാണിച്ചെന്നല്ലോ. ഇവിടെ അതേപോലെ തന്നെ 3552. ഇതൊരു 13ന്റെ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ 7 എടുക്കണം. അപ്പൊ എത്ര വരിക, 4. ഇവിടെ 1 കൂട്ടുമ്പോൾ 4 ആണ്, 1 കൂട്ടുമ്പോൾ ഇവിടെ 6 ആണ്, 1 കൂട്ടുമ്പോൾ 6 ആണ്. ലാസ്റ്റ് നമ്പർ എത്ര എടുക്കാം, നമ്മൾ 13ന്റെ നമ്പർ ആയതുകൊണ്ട് ഇവിടെ 7 എടുക്കുക. അപ്പൊ ആ പാറ്റേൺ ഇവിടെ വരും. ഇവിടെ 4667 ആണ് ഇതിന്റെ നമ്പർ. ഇവിടെ കറക്റ്റ് ആയിട്ട് 4667 5000 വന്നിട്ടുണ്ട്. കാരുണ്യയിൽ നിന്ന് ഈ കാരുണ്യയിലേക്കാണ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്പറുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഒരു 12ന്റെ നമ്പർ ആണെങ്കിലും നമുക്ക് ഇവിടെ നോക്കാം. 5 4 5 4 9, 5 4 9 3 എത്രയാ 12 ആണ്. അപ്പൊ ഇവിടെ 3540ന്റെ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ, 3540ന്റെ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള നമ്പർ 3547 ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് 1 കൂട്ടാം. 1 കൂട്ടുമ്പോൾ ഇവിടെ 4, 6, ഇവിടെ 5 തന്നെയാണ്. ഓരോന്ന് കൂട്ടുമ്പോൾ 5 ആണ് വരുന്നത്. പക്ഷെ ലാസ്റ്റ് നമ്പർ എത്ര എടുക്കണം, 8 എടുക്കണം. അതായത് ഈ ഒരു പാറ്റേൺ 12ന്റെ നമ്പറുകളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ലാസ്റ്റ് നമ്പർ 8 എടുക്കാം. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള നമ്പർ 4658 ആണ്. ഇവിടെ വന്നിട്ടുള്ളത് 4658 ആണ്. ഓക്കെ, അതൊരു കാരുണ്യയിലാണ് വന്നിട്ടുള്ളത് മാത്രം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ 2 വരുമ്പോഴാണെന്നാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ 3547 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ 42 80 ഇവിടെ 2 3 എടുക്കാന്ന്. അതായത് ഇവിടെ 3547 ആയതുകൊണ്ട് 8 വന്നു. അല്ലെങ്കിൽ ഇവിടെ 8 തന്നെയാണ് വരിക. 12ന്റെ നമ്പറിൽ 8 തന്നെയാണ് വരിക. അപ്പൊ കൂടുതലും ഈ 12ന്റെ നമ്പർ എനിക്ക് അത്ര നോക്കിയിട്ട് കിട്ടുന്നില്ല. എങ്കിലും ഇതൊരു പാറ്റേൺ ആണ്. 7, 8, 9 എന്നുള്ള പാറ്റേൺ 11, 12, 13 നമ്പറുകളിൽ 7, 8, 9 എന്നുള്ള പാറ്റേൺ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടല്ലോ 9 ആണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഈ 7 ഈ പറഞ്ഞതുപോലെ 2597 വന്നിട്ടുണ്ട്, 4667 വന്നിട്ടുണ്ട്. പക്ഷെ 9 പറഞ്ഞു വെച്ചതുപോലെ എല്ലാ നമ്പറും കറക്റ്റ് ആയിട്ട് 9 വന്നിട്ടുണ്ട്. അതും ഒരു 11ന്റെ നമ്പറിലാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റും. ഇതിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ 7, 8, 9 ഉണ്ട്. 7, 8, 9 ഉണ്ട്. 10 എന്ന് പറഞ്ഞൊരു നമ്പർ ഇല്ല. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, 10 ഇല്ല. ഇവിടെ 11, 12, 13 ഉണ്ട്. അപ്പൊ 7, 8, 9, 11, 12, 13. അത് പോരാത്തതിന് നമ്മൾ ഈ നമ്പർ ഇപ്പൊ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ ഒന്ന് കൂട്ടി വെക്കും. ഈ 3 അക്ക നമ്പർ കൂട്ടുമ്പോൾ നോക്കി നോക്കി എത്ര 6, 6, 12, 4, 16 ആണ്. അതായത് ഈ ഒരു നമ്പർ 16 ആണ്. ഇത് നോക്കി നോക്കിയാൽ നിങ്ങൾ 9, 5, 2, 7
എത്രയോ, അതായത് 13ന്റെ ഒരു നമ്പറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 16ന്റെ നമ്പറിലേക്കാണ് എത്തുന്നത്. 11ന്റെ ഒരു നമ്പറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത് നോക്കിയോ, 11ന്റെ നമ്പറാണുള്ളത്. ഇവിടുന്ന് സെലക്ട് ചെയ്യുമ്പോൾ 8 2 10 14ആണ്. ഇവിടെ 14ലേക്കാണ് എത്തുന്നത്. ഒരു 12ന്റെ നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 5 4 9 3 12ന്റെ നമ്പറാണ്. ആ 12ന്റെ നമ്പറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പർ നോക്കി എത്രയാ, 6 4 10 6 4 10 15. അതായത് ഇവിടെ ഒരു 15ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം നിങ്ങൾ 14 15 16, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ ഇതിലുണ്ട്. 14 15 16 കണ്ടില്ലേ? ഇവിടെ 7 8 9, പിന്നെ 10 ഇല്ലാത്തത്. 11 12 13 14 15 16. എങ്ങനെയുണ്ട്? ഇത്രയും നമ്പറുകൾ നമ്മൾ കണക്ട് ചെയ്തെത്തുന്നുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ 4 നമ്പറുകൾ, എല്ലാ നമ്പറുകളും നിങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 6 6 12 4 16 7 എത്ര 23ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. കണ്ട, ഇവിടെ 23ആണ് കിട്ടുന്നത്. ഈ ഒരു 4 നമ്പർ കൂട്ടിയാലും ഇവിടെ എത്ര കിട്ടുന്നത്, 23ആണ് കിട്ടുന്നത്. 23. ഈ നമ്പർ കൂട്ടിയാലും അതെ 8 2 10 19, അതായത് 8 2 10 10 9 19 4 23. കണ്ട, ഏതൊരു നമ്പർ ആയാലും 23ലേക്കാണ് കണക്ട് ആകുന്നത്. അപ്പൊ അവസാനം നമ്മളെ എത്തിപ്പെടുന്നത് 23ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് 11ന്റേതായ 3 നമ്പറുകളും 12ന്റേതായ 3 നമ്പറുകളും 13ന്റേതായ 3 നമ്പറുകളിലേക്ക് 2 അല്ലെങ്കിൽ 3 വന്നു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാനാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ 43 52 ആണെങ്കിൽ, അതുപോലെ 17 32, ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് എത്ര എടുക്കാം, 28 49. ഓക്കെ, അതാണ് ഞാനിവിടെ നമുക്കത് 17 32 ആക്കുകയാണെങ്കിൽ 17 32. ഇതിന് നമുക്ക് 28 40, 11ന്റെ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് 9. അപ്പൊ നമുക്ക് 28 49. ഓക്കെ അല്ലേ? അതായത് 8 2 10 19 23ലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. എല്ലാ നമ്പറും 23ലേക്കാണ് എത്തുന്നത്. അതുപോലെ 43 52 ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, 43 52ആണ്, ലാസ്റ്റ് 2ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ 54 60, 54 60, 12ന്റെ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് 8 എടുക്കുക. അപ്പൊ ഇവിടെ 54 68 ആണ് നമ്മുടെ ചാൻസ് നമ്പർ. ഇങ്ങനെ നിങ്ങൾ ചാൻസ് നമ്പർ കണ്ടെത്തുക. ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 2 23ലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്പർ ഇതുപോലെ 2 അല്ലെങ്കിൽ 3 വരുന്ന നമ്പറുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യേണ്ട നമ്പർ ഒരു 3 നമ്പർ നമ്മൾ നോക്കുമ്പോൾ ഒരു 13ന്റെ നമ്പറോ 12ന്റെ നമ്പറോ ഒരു 11ന്റെ നമ്പറോ നോക്കി സെലക്ട് ചെയ്യുക. അതിൽ ലാസ്റ്റ് 2 3 വന്നിട്ടുള്ള നമ്പർ മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്പർ കളക്ട് ചെയ്ത് നോക്കി നോക്കുക. പിറ്റേ ദിവസം തന്നെ അടിക്കണമെന്നില്ല, എങ്കിലും നമ്മൾ ഇത്രയും നമ്പർ കളക്ട് ചെയ്തിട്ടും ആ നമ്പറുകളൊക്കെ ഒന്നും വിടാണ്ട് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ